ഹായ് ഫാഷൻ ലവേഴ്സ്, വെൽക്കം ടു സ്റ്റൈൽ അവേറ. സ്റ്റൈൽ എന്നത് വെറും ഒരു ഔട്ട്ഫിറ്റ് മാത്രമോ ഒരു ഡ്രസ്സ് മാത്രമോ അല്ല, മറിച്ച് റൈറ്റ് ആക്സസറീസുമായിട്ട് പെയർ ചെയ്യുമ്പോഴാണ് ഏതൊരു ഔട്ട്ഫിറ്റിനും ഒരു ലൈഫ് കിട്ടുന്നത്. സോ വി ആർ ഡൈവിംഗ് ഇൻടു വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്റ്റൈൽ സീക്രറ്റ്, ഹൗ ടു സ്റ്റൈൽ ആക്സസറീസ് ലൈക്ക് എ പ്രോ. നമ്മളൊരു സിമ്പിൾ ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്യൂട്ട് ഇയറിങ്ങോ ഒരു എലഗൻ നെക്ലേസോ ഒരു സ്റ്റൈലിഷ് ഹാൻഡ് ബാഗോ പെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ബട്ട് ആക്സസറീസ് ചൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ എന്തൊക്കെയാണ്? വിച്ച് വൺ സ്യൂട്ട്സ് മീ? അത് ഓവർഡു ആകുമോ? സബ്റ്റിൽ ആയി കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആയിട്ട് തോന്നുമോ എന്നൊക്കെ ആയിരിക്കും. അപ്പം അതിനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഞാൻ പറഞ്ഞുതരാം. ടിപ്പ് നമ്പർ 1, വൈ ആക്സസറീസ് മാറ്റർ. ആക്സസറീസ് ആർ നോട്ട് ജസ്റ്റ് ആഡ് ഓൺസ്, അതൊരു കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ് കൂടിയാണ്. അതായത് അത് നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യും, നമ്മുടെ ലുക്ക് ബാലൻസ് ചെയ്യും, നമ്മുടെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഹൈലൈറ്റും ചെയ്യും. അപ്പം നമ്മുടെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഏതാണോ അത് ഹൈലൈറ്റ് ചെയ്യുന്ന ആക്സസറീസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. ടിപ്പ് നമ്പർ 2, കീ റോൾസ്. ബാലൻസ് ഈസ് എവറിത്തിങ്. ഇപ്പോൾ ഒരു ബോൾഡ് ഇയറിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നെക്ക് പീസ് വളരെ സിമ്പിൾ ആക്കാം. എന്നാൽ നെക്ക് പീസ് ഹെവി ആൻഡ് ചങ്കി ആയിട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇയറിംഗ്സ് മിനിമൽ സ്റ്റഡ്സ് ആക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സാരി എടുക്കുകയാണെങ്കിൽ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ലുക്ക് ഒന്ന് എലിവേറ്റ് ആവും. സോ ബാലൻസ് ഈസ് എവറിത്തിങ്. മാച്ച് മെറ്റൽസ് വിത്ത് മൂഡ്. ഇപ്പോൾ നമുക്കൊരു ഫെസ്റ്റീവ്, ഒരു റോയൽ, ഒരു വാം ലുക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗോൾഡ് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, ഒരു വേഴ്സറ്റൈൽ, ഒരു മോഡേൺ, ഒരു ചിക്ക് ലുക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് സിൽവറും ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതുമല്ല, ഒരു റൊമാൻറ്റിക് ഡേറ്റിന് വേണ്ടി ഒരു സബ്റ്റിൽ ലുക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് റോസ് ഗോൾഡ് ചൂസ് ചെയ്യാം. സോ കെയർഫുള്ളി ട്രൈ ടു മാച്ച് മെറ്റൽസ് വിത്ത് യുവർ മൂഡ്. ആക്സസറൈസ് ഫോർ ദ ഒക്കേഷൻ. ഒക്കേഷൻ അനുസരിച്ച് ആക്സസറീസ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോമൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള ഹൂപ്സ്, നെക്ക് പീസസ്, റിങ്സ്, സിമ്പിൾ വാച്ചസ്, ഇതൊക്കെ വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഒരു പാർട്ടി ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആക്സസറീസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതല്ല, കാഷ്വൽ ലുക്കാണ് നോക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബോഹോ ആക്സസറീസ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ മറ്റുള്ളവരെ കുറച്ച് ഡിഫറെൻറ്റ് ഔട്ട്ലുക്കിലേക്ക് എത്തിക്കും. സോ ആക്സസറൈസ് ഫോർ ദ ഒക്കേഷൻ. ടിപ്പ് നമ്പർ 3, പ്രോ ടിപ്സ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ സൺഗ്ലാസസ്, ബെൽറ്റ് ആൻഡ് ബാഗ്സ്. കാരണം ഇതൊക്കെയാണ് നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് ഒരു കംപ്ലീറ്റ് വൈബ് തരുന്ന പ്രോ ടിപ്സ്. കളർ പോപ്പ് ആയിട്ടുള്ള ആക്സസറീസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ കൂടുതൽ എലിവേറ്റ് ചെയ്യുകയും ഇൻസ്റ്റന്റ്ലി ഒരു ന്യൂട്രൽ ഔട്ട്ലുക്ക് തരികയും ചെയ്യും. ആൻഡ് കെയർഫുള്ളി ആക്സസറീസ് ഓവർ ക്രൗഡഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് ടൈം യു ഗെറ്റ് ഡ്രസ്ഡ്, remember, accessories aren't extra, they are essential. So start experimenting your own style and wear it with confidence. If you love these tips, don't forget to like, share and subscribe for more fashion secrets. Until next time, stay stylish with Style Avera. Bye.